കുർത്തിക്ക് ഒരു ഓവർകോട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ കോട്ടാണ് ഞാൻ തയ്ക്കുന്നത്. ഒരു 14 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ഹാഫ് കോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ അളവെല്ലാം നമ്മൾ കുർത്തിക്ക് എടുക്കുന്നത് പോലെ തന്നെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് 7.5 ഇഞ്ചാണ്. ആം ഹോള് 7 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഷോൾഡർ നമ്മൾ 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. 10 ഇഞ്ചാണ്, 40 ഇഞ്ചാണ് കുട്ടിയുടെ വണ്ണം. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ലൂസ് നമ്മൾ ആഡ് ചെയ്തിട്ട് 11 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് 15 ആണ് നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് വേണ്ടത്. നമ്മൾ 16 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വേസ്റ്റ് ലെങ്ത്ത് നമുക്ക് 36 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയണത്. അപ്പം നമ്മൾ 9 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 9 ഇഞ്ച് കൊടുത്തെടുത്ത് നമ്മളൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്ക് നമ്മൾ ഇവിടെ വന്നിട്ട് 3 ഇഞ്ചാണ് നെക്ക് എടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് ചെറുതായിട്ട് കയറി നിൽക്കുന്ന ഒരു നെക്കാണ്. അപ്പോൾ ഞാൻ ഒരു 3 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. അത് സാധാരണ ഒരു റൗണ്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് നമ്മൾ മുന്നിലേക്ക് കയറ്റിയിടണം. എന്നിട്ട് വേണം ഈ ബാക്ക് പീസ് വെക്കാനായിട്ട്. കാരണം ഫ്രണ്ടിൽ നമുക്ക് ഓപ്പണിംഗ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ അടിച്ച് മടങ്ങി പോകാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 1/4 ഇഞ്ച് ഇവിടെ നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഉള്ളിലേക്ക് മടങ്ങി പോകും. നമ്മളിവിടെ ലൂപ്പ് വെച്ചാണ് ചെയ്യുന്നത്. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ നെക്കിൻ്റെ ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കും നമ്മൾ ഇത്തിരി ഡീപ്പായിട്ടാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ആം ഹോളും നമുക്കിവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ആം ഹോള്, ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടണം. അതിനു വേണ്ടി നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇതാ വരച്ച് വെച്ചിട്ടുണ്ട്. ആ 3 ഇഞ്ച് തന്നെയാണ് കഴുത്തകലം ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ 3 ഇഞ്ചിൽ നിന്ന് ഒരു 10 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. 10 ഇഞ്ച്. എന്നിട്ട് നമ്മളൊരു വി ഷേപ്പ് പോലെ മാർക്ക് ചെയ്തെടുത്തു. ആദ്യം ഒരു സ്ട്രെയിറ്റ് വി കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു വി ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഫ്രണ്ട് പോർഷൻ. അപ്പോൾ അതിൻ്റെ ആം ഹോള് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും കട്ട് ചെയ്ത് മാറ്റാം. ഇതും കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. അടുത്തത് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 10 ഇഞ്ചാണ്. 1 ഇഞ്ച് സീം അലവൻസ് ചേർത്തിട്ട് 11 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ 11 ഇഞ്ച് നമ്മളിവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 11ൽ നിന്ന് ഒരു 3.5 ഇഞ്ച് നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാണ്. 3.5 ഇഞ്ച് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആം ഹോൾ എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. 17 ഇഞ്ചിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ച് വരും. അപ്പോൾ ഈ മോളിൽ നിന്ന് നമ്മൾ ഈ 3.5 മാർക്ക് ചെയ്തോടത്തേക്ക് 8.5 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഈ 8.5യുടെ ഹാഫ് കാണുക. ഒരു 4.25 ഇഞ്ച് വരും. അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അത് വെച്ച് വരയ്ക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് മോളിൽ നിന്ന് വരയ്ക്കുന്നു. ഈ 4.25 എന്ന് പറയുന്ന പോയിന്റിലേക്ക്. എന്നിട്ട് ഇവിടെ ഇത് താഴത്തേക്കാണ്
നമ്മൾ വരച്ചെടുക്കുന്നത്. ആം ഹോൾ കർവ് വെച്ചും നമുക്ക് വരയ്ക്കാം. ഇതാ ഇങ്ങനെ ഈ 4.25 വരയ്ക്കുന്നു. ഇത് തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ട് തന്നെ നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കൈയുടെ വണ്ണം എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് 11 11.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് വന്നിട്ട് 5.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് 8.5 കിട്ടിയ ആ പോയിന്റിൽ നിന്ന് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഈ 5.25 എന്ന് പറയുന്ന ഈ അളവിലേക്ക് നമ്മളിത് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു. ഇതിലൂടെ വേണം നമ്മൾ സ്ലീവ് അടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 2 സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വശങ്ങൾ ഒരുമിച്ചായിരിക്കണം ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കൈ അടിക്കുമ്പോൾ തിരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ ആം ഹോള്, ഫ്രണ്ട് ആം ഹോള് നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ പോവുകയാണ്. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് കട്ട് ചെയ്യാം. നേരത്തെ മാർക്ക് ചെയ്തിട്ടില്ല 4.25 എന്ന് പറഞ്ഞ ആ പോയിന്റിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നത്. 1/2 ഇഞ്ച് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ തുണി ഭയങ്കര കട്ടി ആയതുകൊണ്ട് നമ്മൾ അടിയിലേക്ക് ഒരു ചെറിയ പട്ട വെച്ചിട്ടാണ് അടിക്കുന്നത്, ലൈനിങ് വെക്കുന്നില്ല. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കാണാം. ഫ്രണ്ട് പീസ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ 2 പീസായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വശത്ത് നമ്മൾ കൊളുത്തിന് വേണ്ടിയിട്ടുള്ള പട്ട അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ബ്ലൗസിനൊക്കെ അടിക്കണ പോലെ പട്ട അടിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് ഹുക്ക് വയ്ക്കുന്നതിന് വേണ്ടി അടിച്ചെടുത്തിട്ടുണ്ട്. മറ്റു സൈഡ് ഇതുപോലെ നമ്മൾ ബ്ലൗസിനൊക്കെ ഹുക്ക് ഇടുന്നത് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് നേരത്തെ ഉള്ളിൽ വിടണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരും. ചിലരിവിടെ ലൂപ്പ് വെച്ച് കൊടുക്കാറുണ്ട്, ചിലർ ബട്ടൺ വെച്ച് കൊടുക്കാറുണ്ട്, ചിലർ ഓപ്പൺ ആയിട്ട് ഇടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ബട്ടൺ വെച്ചാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. നമ്മളിനി ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാണ്. എല്ലാം ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. 2 സൈഡും നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്രോസ് പീസ് വെട്ടിയിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് വേണം കഴുത്തടിച്ചെടുക്കാനായിട്ട്. നമുക്കിനി കഴുത്തടിച്ചെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. ക്ലോത്ത് കാണുമ്പോൾ അറിയാം നല്ല കട്ടിയുള്ളത് കൊണ്ട് അത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിനി ഇത് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അടിച്ചെടുക്കാം. സ്ലീവ് അടിഭാഗം അടിച്ചെടുക്കുന്നതിന് വേണ്ടി 2 ഇഞ്ചിൽ ഇതുപോലെ ഒരു പീസ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക്
ഇതാ ഇങ്ങനെ മടക്കി ഇതിൽ വെച്ച് ഉള്ളിലേക്ക് മടക്കി അടിച്ചെടുക്കാം. സ്ലീവ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ ക്ലോത്ത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിനി ഇത് ജോയിൻ്റ് ചെയ്തെടുക്കാൻ പോവാണ്. സ്ലീവ് നമുക്ക് 11.5 ഇഞ്ചായിരുന്നു. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 5.25 ഇഞ്ചിലായിരുന്നു. ഇനി നമ്മളിത് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ സ്ലീവൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം കൂടെ മടക്കി അടിച്ച നമ്മുടെ കോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ മടക്കി അടിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ കോട്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്, കൊളുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതാണ് ഇതിൻ്റെ കുർത്തി. അപ്പോൾ ഇതേ കളറിൽ നമ്മൾ 3 ബട്ടൺ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബട്ടൺ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോട്ട് ഫിനിഷായി.